Barley Fab in yummy chocolate and vanilla crème. വല്ലാതെ ദാഹിക്കുന്നുണ്ട്. അല്ല, എവിടെന്നാണ് ഈ തവള? ആകെയെല്ലാം വൃത്തികേടായി. ഇനി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അയ്യോ, വീണ്ടും തവള. ഈ തവളകളൊക്കെ എവിടുന്ന് വരുന്നു? ഹണി, ഹണിയാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അയ്യോ അമ്മേ, ഭൂമി കുലുങ്ങാണ്. ഇത് അതിലും വലിയ പ്രശ്നമാണ്. ദേ, നമ്മുടെ വീട്ടിലെ തവളകളുടെ ഗ്രൂപ്പ് വന്ന് അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. ഒന്ന് എണീക്ക്. അതിന് നീ പേടിക്കുന്നതിന് ആ ജനലിന്റെ അടുത്താക്കി 2 തവളയല്ലേ ഉള്ളൂ. എന്റെ മൊത്തം തുപ്പുന്നോ നീ? പിന്നെ 5 ഫാനില്, ബാക്കി 10 സോഫയില്. നിനക്ക് ഇത്രയൊക്കെ കണ്ടിട്ടും പേടിയാകുന്നില്ലേ? ഇനി ഡൈനോസർ വന്നാലേ പേടിക്കുന്നുള്ളൂന്നുണ്ടോ? ഞാനാണ് ഇവരുടെ ഗ്രൂപ്പ് ലീഡർ. എന്റെ പേരാണ് ലൂസിഫർ. ഇവൻ എന്റെ കൊച്ചു ബ്രദർ. ഇവന്റെ പേര് പീറ്റർ. ഇവിടെ എല്ലാവരുടെയും വാച്ചർ. പിന്നെ ഇവൻ കഴിക്കുന്നത് മിൽക്ക് ആൻഡ് ബട്ടർ. ഇനി മുതൽ ഞങ്ങൾ എല്ലാ തവളകളും ഇവിടെയായിരിക്കും താമസിക്കുന്നത്. ഞങ്ങൾ ഇതിനെ സ്വന്തം വീടായിട്ടാണ് കരുതിയിരിക്കുന്നത് ബ്രോ. നിങ്ങൾ താമസിക്കുന്നത് ATM-ലല്ലേ? അയ്യോ, അത് ഞങ്ങളല്ല. മെഷീനിൽ നിന്നും ക്യാഷ് വരുന്നതിന്റെ ശബ്ദമാണ്. നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്നത് തെറ്റാണ്. വേഗം നിങ്ങളിപ്പോ പുറത്തു പോണം. പുറത്തു പോ. എന്നെ നിങ്ങൾ പുറത്താക്കുമല്ലേ? എന്റെ മൊത്തം തുപ്പുന്നോ നീ? നിക്കടവിടെ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. അല്ല, ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? അത് ശരി, വെള്ളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? എന്നോടാണ് ഇവന്റെയൊക്കെ കളി. നിക്കടവിടെ, നീ എങ്ങോട്ടാണ് ഈ ഓടുന്നേ? ഞാൻ പിടിച്ചേ. നിന്നെയൊക്കെ നിന്റെ രീതിയിൽ തന്നെ ഞാൻ പിടിക്കൂടാ. നീ എങ്ങോട്ടാടാ ഓടുന്നേ? നിക്കടവിടെ, നിക്കാൻ. പിടിച്ചേ. പിന്നെ പിടിച്ചേ. അലിവിനത് എവിടെ പോയി? അത് ശരി, അപ്പൊ ഇതിനകത്ത് ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഇനി നീ രക്ഷപ്പെട്ടു പോന്ന എനിക്കൊന്ന് കാണണം. എന്ത് ചെയ്താലും ഞാനിത് കാണിച്ചു തരുന്ന പ്രശ്നമില്ല. കാണിച്ച് നീ എന്താ ഒളിപ്പിക്കുന്ന നോക്കട്ടെ, കാണിക്കേ. എന്താ പിന്നെ കണ്ടോ? അല്ല, നീ എന്തിനീ കിടന്ന് ഓടുന്നേ? നിന്നെ പിടിക്കാനായിട്ട് ആരും വന്നില്ലല്ലോ. ഞാൻ ഓടുന്നതേ നന്നായിട്ട് വേർക്കാൻ വേണ്ടിട്ടോ. പിന്നെ എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. നിക്ക്, നീ എങ്ങോട്ടാ ഓടുന്നത്? നിക്കാനാ പറഞ്ഞത്. എന്റെ അമ്മച്ചി, ഈ തവള എങ്ങോട്ടാ ഈ പോയത്? ഇവിടെ ഉണ്ടല്ലേ. അയ്യോ, ഈ തവളകൾ വീടിനകത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ ഈ തവളകളെ ഇതിനകത്ത് നിന്ന് എങ്ങനെയാ ഓടിക്കേണ്ടേ? എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഈ വീടങ്ങ് കത്തിക്കാം. അപ്പൊ പിന്നെ ഇവറ്റകൾ ഈ വീട് വിട്ട് എന്നേക്കായിട്ട് ഓടിപ്പോക്കോളും. ഇവനെ ഒന്നും പറയരുത്. ഇതിനുള്ള മറുപടി ഇവന് ദൈവം നേരിട്ട് തന്നെ കൊടുത്തോളും. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നിങ്ങനെ മറുപടി പറയുന്നത്? മിണ്ടാതിരിക്കണ കഴുതേ. ഞാൻ തന്നെ പറയാം. ഒന്ന് ആലോചിക്കട്ടെ. Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Barley Fab in yummy chocolate and vanilla crème. ഐഡിയ. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതെ കൂട്ടുകാരെ, ഈ തവളകളെ അടുക്കളയിലേക്ക് പോകാൻ അനുവദിക്കരുത്. അവിടെ ഒരുപാട് വെള്ളമുണ്ട്, ഒരുപാട്. വരൂ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം.
അങ്ങനെ അവന്മാര് കുടുങ്ങി. നീ എന്തിനാണ് കരയുന്നത്? തലതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കരയുന്നത്. പക്ഷേ എന്റെ വിഷമം എന്താണെന്ന് വെച്ചാ ഇനി ഈ വീട്ടിൽ നിന്നുകൂടി നിങ്ങൾ ഞങ്ങളെ പുറത്താക്കുമല്ലോ എന്ന് വിചാരിച്ചാണ്. എന്താ കാര്യമെന്ന് പറ. ഞങ്ങൾ താമസിക്കുന്ന കുളത്തിൽ അഗർമച്ചെന്നും മകർമച്ചെന്നും പേരുള്ള 2 മുതലകൾ വന്ന് ആ കുളം പിടിച്ചടക്കിയിരിക്കുകയാണ്. അഗർമച്ചിനെ അടിച്ചു കഴിഞ്ഞാൽ മകർമച്ചിന് ദേഷ്യം വരും, മകർമച്ചിനെ അടിച്ചാലും മകർമച്ചിന് ദേഷ്യം വരും. അപ്പൊ അഗർബച്ചൻ എന്തിനാണ് ദേഷ്യം വരാത്തത്? അത് ഞങ്ങൾക്കും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരാം. ഇനി ദൈവത്തെ ഓർത്ത് അവരുടെ പേര് പറയരുത്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ 4 പേരും ചേർന്ന് നിങ്ങൾക്ക് ആ കുളം വീണ്ടെടുത്താരാ. ആ വാ, കുളത്തിലേക്ക് ദേ, അതാണ് ഞങ്ങളുടെ കുളം. നിങ്ങളിപ്പോ ഇവിടെയാണ് താമസിക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഈ കുളത്തിൽ കിടന്നൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടാവില്ലല്ലോ. അതെന്താ? കാരണം വെള്ളം തണുക്കുമ്പോഴേക്കും നിങ്ങളാകെ തണുത്ത് വിറങ്ങലിച്ച് പോവില്ലേ? നിങ്ങളുടെ ധൈര്യം സമ്മതിക്കണം. നിങ്ങൾ വീണ്ടും വന്നുവല്ലേ? ആദ്യം നിങ്ങളുടെ ബോഡി വെട്ടുനുറുക്കി കൂട്ടും, എന്നിട്ട് 4 കൊണ്ട് കുടിക്കും, എന്നിട്ട് 6 കൊണ്ട് മൈനസ് ചെയ്ത് 2 കൊണ്ട് ഹരിക്കും. പിന്നെ കിട്ടുന്ന ഉത്തരത്തിൽ 0 ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ നല്ല ഏറ് കിട്ടുമെന്ന്. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഐഡിയ. ഇവന്മാരെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വട്ടം ചുറ്റിക്കാം. വലിയ ആളായിട്ട് വന്നത് എന്നെ പിടിക്കാനായിട്ട്. ടിങ് ടോങ്, ടിങ് ടോങ്. ആരാ? ഞാൻ നിങ്ങൾ 4 പേരെയും ട്രയാങ്കിൾ ആക്കി എന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യും. പിന്നെ അതിനെ 5 കൊണ്ട് മൈനസ് ചെയ്ത് 4 കൊണ്ട് ഗുണിക്കും ഞാൻ. പിന്നെ അതിൽ 1 കൂടി ആഡ് ചെയ്ത് സർക്കിൾ ആക്കും. എന്ന് വെച്ചാ എനിക്കും അറിയില്ല. അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. നിങ്ങൾ 2 പേരേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ 4 പേരുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളൊന്ന് തൊടാൻ പോലും പറ്റില്ല. നിന്നെയൊക്കെ ചൂളം അടിച്ച് വാലി കറക്കി നിലത്തടിക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി. സോറി, കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞെന്ന് വിചാരിച്ചാ മതി. മാത്രല്ല, ഞാൻ ചൂളടിച്ചു കഴിഞ്ഞാൽ ആകെ കാറ്റ് മാത്രമേ പുറത്തോട്ട് വരൂ. കണ്ടില്ലേ? നിങ്ങൾ വെള്ളം കുടിക്കാൻ മാത്രമായിട്ടാണോ വന്നത്? ഒരു കൈയൊന്ന് സഹായിച്ചൂടെ? ഈ മുതലകളെ കൊണ്ട് ഞങ്ങൾ ആകെ വലഞ്ഞിരിക്കുകയാണ്. പിടികിട്ടി. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇന്നൊരു പക്ഷേ ഞങ്ങൾ കാരണം നിങ്ങൾ ഈ മുതലകളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഇതുപോലെ നാളെ നിങ്ങൾ ആരെങ്കിലും വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് സ്വന്തമായിട്ട് പോരാടാൻ പഠിക്കണം. നീ പറഞ്ഞത് ശരിയാണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് ആ മുതലകളെ ഒരു പാഠം പഠിപ്പിക്കണം. കുളത്തിൽ നിന്ന് ആ തവളകളെ ഓടിക്കാൻ പോകുന്നവർക്ക് ഇത് വെറും ഒരു മുന്നറിയിപ്പ് മാത്രമാ. ആദ്യം 9നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 4നെ 3 കൊണ്ട്. ഉണ്ടായിരിക്കടാ, അവന്റെ ഒരു 9നെ 8 കൊണ്ടും പിന്നെ 4നെ 3 കൊണ്ടും. നീയൊക്കെ കാരണം എഞ്ചിനീയർമാർ പോലും മാത്സ് വെറുത്തു പോലോടാ. വല്ലതും പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ പറയടാ. ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങൾ എല്ലാവരും ഇനി ഒരുമിച്ച് ഈ കുളത്തിൽ കഴിഞ്ഞുകൊള്ളാം. ഒരു ഉടായിപ്പോ ഇനി കാണിക്കില്ല. താങ്ക് യു.